മതേതരത്വം കുന്തം കുടച്ചക്രം അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ ആ വിമർശനമൊക്കെ ആർക്കാണ് ആ വിമർശനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷമുണ്ടാവുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കുന്തം കുടച്ചക്രം എന്നുള്ളതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥത്തെക്കുറിച്ചൊക്കെ ഇവിടെ ശ്രീ ജയരാജയെ സൂചിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ശുംഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം അത് പ്രകാശം പരത്തുന്നവനാണ് എന്ന ഒരു വിശദീകരണം ഒരു പണ്ടാരോ കൊടുത്തതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി സ്മൃതി ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സ്മൃതി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ഗൗരവപരമായിട്ട് വരുന്നതെന്നുള്ള ചോദ്യമാണ്. അതിലേക്ക് ഞാൻ വരാം. കാരണം ഇത് സജി ചെറിയാൻ രാജിവെക്കുന്ന സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനമാണ്. കാര്യം ആദ്യം രാജിവെക്കൂല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും പിന്നീട് പാർട്ടി കൂടി ചർച്ച ചെയ്ത് അദ്ദേഹം രാജിവെക്കണമെന്നുള്ള പാർട്ടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാജിവെച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം, ഞാൻ ഈ തീരുമാനമെടുക്കുന്നു, ഇത് സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കാൻ ഞാൻ മന്ത്രിസ്ഥാനത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാജിവെക്കുന്നു, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ് അന്ന് സജി ചെറിയാൻ പറഞ്ഞത്. ഇപ്പോൾ അതിൽ നിന്ന് എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ വീണ്ടും നമ്മൾ സ്ക്വയർ വണ്ണിലേക്ക് പോയിരിക്കുകയാണ്. ഹൈക്കോടതി ഈ റെഫർ റിപ്പോർട്ട് റദ്ദ് ചെയ്തിരിക്കുന്നത് വഴി തുടരന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ തവണത്തേക്കാൾ ഗുരുതരമാവുന്ന എവിടെയാണ് എന്ന് ചോദിച്ചാൽ അന്വേഷണത്തിൽ തന്നെ പാളിച്ച സംഭവിച്ചിരിക്കുന്നതെന്ന് കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് അവിടെ സ്റ്റേജിലുണ്ടായിരുന്ന ആളുകളുടെ മാത്രമാണ് മൊഴികൾ രേഖപ്പെടുത്തിയത്. മറ്റാളുകളുടെ ഒന്നും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെയോ ഒന്നും ഇതിനകത്ത് വന്ന ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും ഒരാളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ടുകൾ, അതായത് ഇത് സംബന്ധിച്ച് വന്ന വീഡിയോ ഫൂട്ടേജുകൾ, അതുപോലെ തന്നെ പെൻഡ്രൈവുകൾ, ഈ ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് വിട്ട സമയത്ത് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം അവസാനിപ്പിച്ച് എത്രയും വേഗം പോലീസ് ഈ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കോടതിയുടെ പരാമർശത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു അന്വേഷണം എന്ന നിലയിലാണ് ഈ അന്വേഷണം നടന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വിധിന്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണേണ്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, അദ്ദേഹം മന്ത്രി അല്ലാതിരുന്ന സമയത്ത് MLA ആയിരുന്ന സമയത്ത് പോലും അന്വേഷണം നേരെ ചൊവ്വേ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മന്ത്രിയായി തുടരുമ്പോൾ ഇപ്പോൾ പുനരന്വേഷണം നടക്കും എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ട് ആ അന്വേഷണം നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? അപ്പോൾ ഇവിടെ കൂടുതൽ ഗുരുതരമായിട്ട് ഈ വിഷയം വരാൻ കാരണം, ഒന്ന്, ഈ അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടു. ആ അന്വേഷണം അട്ടിമറിച്ചതിൻ്റെ പിന്നിൽ ആരാണ്? അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് തന്നെ ഈ നിലവിലെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. കോടതിയിൽ പോലും നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ചത് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടല്ല സമർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു തുടരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രി മാറി നിന്നുകൊണ്ട് അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കൂ എന്നുള്ള ഒരു തോന്നലെങ്കിലും ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. റോജി, ഇപ്പോൾ ഒരു തവണ ഒരു രാജി വെച്ചതാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ അന്വേഷണം നടന്നു എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞതാണ്. പക്ഷെ നോക്കൂ, ഈ RSSനും ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിമർശനമുണ്ട്, മാർക്സിസ്റ്റുകൾക്കും വിമർശനമുണ്ട്. പക്ഷേ രണ്ട് വിമർശനത്തെയും ഒരേ തട്ടിലിട്ട് കാണാൻ പറ്റുമോ? കാരണം ഈ മനുസ്മൃതി ആധാരമാക്കിയിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടന വേണ്ടത് എന്നാണ് RSS പറയുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് അങ്ങനെയല്ല. മാർക്സിസ്റ്റുകാർ പറയുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ താല്പര്യത്തിനൊപ്പമാകണം ഭരണഘടന, അതിൻ്റെ വർഗ സ്വഭാവം മാറണം എന്ന ആവശ്യമാണ് പറയുന്നത്. അപ്പോൾ തുല്യതയ്ക്ക് വേണ്ടി കൂടുതൽ തുല്യത എന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ പാകത്തിലാകണം ഭരണഘടന എന്ന വിമർശനമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിക്കുന്നത്. മറ്റേത് പിന്നാക്കം പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടിനെയും ഒരേ തട്ടിൽ കാണാമോ എന്നുള്ളൊരു ചോദ്യം. ഒരു തവണ ഒരു രാജി വെച്ചു, അത് മോശം പരാമർശമായി പോയി, അത് വിമർശനമല്ല, മോശം ഭാഷയായിരുന്നു, ഇതൊക്കെ തെളിഞ്ഞതുമാണ്. അപ്പോൾ വീണ്ടും അതിന്മേൽ രാജിവെക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വർഗീയമായ പ്രതികരണങ്ങൾ നടത്തുകയും അതിനേക്കാൾ ഭരണഘടനയെ മോശം രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്ത ആളുകളൊക്കെ ഇവിടെയുണ്ട്. സ്മൃതി ചോദിച്ച ചോദ്യത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഞാൻ നേരത്തെ അത് മുഴുവൻ വായിച്ചില്ല. MS ഗോൾവാൾക്കർ എന്താ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭരണഘടന തന്നെയും ഇങ്ങനെ ക്ലിഷ്ടവും ഭിന്നാത്മകവുമായ വിവിധ തുണ്ടുകൾ ചേർത്തുണ്ടാക്കിയതാണ്. പാശ്ചാത്യ നാടുകളുടെ ഭരണഘടനകളിലെ വിവിധ വകുപ്പുകൾ എടുത്ത് ചേർത്തുണ്ടാക്കിയതാണ്. ഇതിൽ നമ്മുടേതെന്ന് പറയാവുന്ന യാതൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ഏറ്റവും ഒടുവിലേക്ക് വരികയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും മുമ്പത്തെ സർവ്വരാഷ്ട്ര സമിതിയുടെയും പ്രമാണങ്ങളിലെ ചില മുടന്തൻ തത്വങ്ങളും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഭരണഘടനകളിലെ ചില പ്രത്യേകതകളും കൂട്ടിച്ചേർത്ത വികൃത സൃഷ്ടിയാണ്. സജി ചെറിയാൻ പറഞ്ഞ വാചകങ്ങൾ എന്താ? നിങ്ങൾ ആ വാചകങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്ക്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും പറയും. രാജ്യത്തെ
രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പടി കൂടി കടന്നാണ്. അതായത് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനയാണ്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അപ്പോൾ എന്താ ഇതിനകത്ത് വ്യത്യാസമുള്ളത്? ഗോൾവാൾക്കർ പറഞ്ഞ ബ്രിട്ടീഷുകാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും പിന്നെ വേറെ കുറേ രാജ്യങ്ങളിലേതും കൂടി എഴുതി വെച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് അതേപടി എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. അതായത് ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ചോ അവിടെ നടന്ന ചർച്ചകളെക്കുറിച്ചോ ആ ഭരണഘടനയിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതൊക്കെ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ മൂല്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ടെന്നോ ഇതിനെക്കുറിച്ചൊന്നുമുള്ള ഭരണഘടനാപരമായിട്ടുള്ള യാതൊരു ബോധ്യവുമില്ല, ചരിത്രപരമായിട്ടുള്ള യാതൊരു ബോധ്യവുമില്ല. അല്ലെങ്കിൽ ഇത് രണ്ടുമുണ്ട് എങ്കിൽ അതിനെ എല്ലാത്തിനെയും നിരാകരിക്കുകയാണ്. അപ്പോൾ MS ഗോൾവാൾക്കർ ഒരു വശത്ത് ഭരണഘടനയെ നിരാകരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ശ്രീ സജി ചെറിയാൻ ഭരണഘടനയെ നിരാകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമേഷനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കറിൻ്റെയും അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്രയും വലിയ ബൃഹത്തായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചർച്ചകളും നടന്നതിനെ എല്ലാം നിരാകരിച്ചുകൊണ്ട് അത് മൊത്തം ഏതാണ്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മറ്റേ ഏതോ പരീക്ഷയിൽ ആരോണ്ട് കോപ്പി അടിച്ച് പരീക്ഷ എഴുതി എന്ന് പറയുന്ന രീതിക്ക് സമാനമായ നിലയിലാണ് ഒരു മന്ത്രി, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രി പറയുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കെന്താ? കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിസ്ഥാനപരമായിട്ട് ഭരണഘടനയോടും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടും, അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്നും നമുക്ക് കൽക്കട്ട തീസിസിനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. അതായത് അന്ന് പറഞ്ഞത് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന് ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്നും നമുക്ക് ഇവിടെ സായുധ വിപ്ലവം ആവശ്യമാണെന്നും ഒക്കെ പറഞ്ഞ് കൽക്കട്ട തീസിസ് പാസ്സാക്കുകയും അതേ തുടർന്ന് ത്രിപുരയിലും അതുപോലെ തന്നെ ഹൈദരാബാദിൽ, ഇന്നത്തെ തെലങ്കാനയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അക്രമ പരമ്പരകൾ നടന്നതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നതാണോ അതോ അല്ലെങ്കിൽ ഇതൊന്നും ഇതിനെയൊക്കെ ഈ ചരിത്ര സത്യങ്ങളെയൊക്കെ ഈ ചരിത്ര സത്യങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഈ വിമർശനത്തെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വിമർശനമായിട്ട് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ഈ ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും ഈ ചരിത്രപരമായിട്ടുള്ള സത്യങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുകയാണ് സ്മൃതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ഇതിനകത്തൊന്നും പൂർണ്ണമായിട്ടും മാറ്റിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നേരത്തെ പറഞ്ഞു ഇതൊരു ഇന്റേണൽ ബോഡിയിൽ ഒരു അടച്ചിട്ട ഒരു മുറിയിൽ നടന്ന ചർച്ചയാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അടച്ചിട്ട മുറിയിൽ പറയുന്നതൊന്നും പുറത്ത് പറയുന്നത് വേറൊന്നുമല്ല. അപ്പോൾ ഉള്ളിലിരിപ്പ് യഥാർത്ഥമായിട്ട് ഉള്ളിലിരിക്കുന്നത് എന്താണെന്നുള്ളതല്ല ഈ അടച്ചിട്ട മുറിയിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത് പുറത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ളിലിരിപ്പ്, ഇതാണ് പാർട്ടി കേഡറിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പക്ഷേ പുറത്തു വരുമ്പോൾ എനിക്ക് ഇതൊന്നുമല്ല, ഞാൻ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസതയും പുലർത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് ആ സത്യവാചകത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ഒരു മന്ത്രിയായോ MLA ആയിട്ടോ അദ്ദേഹം നിർവഹിക്കുമ്പോൾ അതിനോട് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം ആ പറയുന്നതിനോട് ആത്മാർത്ഥതയില്ല എന്നും അടച്ചിട്ട റൂമിൽ പറയുന്നത് എന്താണെന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഭരണഘടനയോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ, അന്ന് പറഞ്ഞ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ക്വസ്റ്റ്യനോടൊപ്പം ഈ അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ ഗൗരവതരമുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു നിമിഷം നേരത്തെ രാജിവെച്ചാൽ അദ്ദേഹത്തിനും ഈ സർക്കാരിനും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്കും Debate with Smriti Parathikkad.